മതം എന്ന് പറഞ്ഞത് ഈ ദൈവദർശനം ലഭിച്ചവർ, ദൈവത്തെ കണ്ടറിഞ്ഞ് അനുഭവിച്ച് ദൈവികമായ ആളുകൾ, ഇപ്പം എന്നെപ്പോലെ അവര് തൻ്റെ പ്രദേശത്തുള്ള ജനതയ്ക്ക് ഈ യാഥാർത്ഥ്യം കാണിച്ചു കൊടുത്ത് അറിയിച്ച് ദൈവികമാക്കി തീർക്കാൻ ശ്രമിച്ചിട്ടുള്ളവരാണ് കൃഷ്ണനും രാമനും ബുദ്ധനും യേശുവും മുഹമ്മദും ഗുരുനാനക്കും, അപ്പോൾ നമ്മുടെ ശ്രീ നാരായണ ഗുരു, ചട്ടമ്പി സ്വാമികളും, രാമകൃഷ്ണ പരമഹംസ, ഇതുപോലെ അനവധി ആളുകൾ, എണ്ണിയാലൊടുങ്ങാത്ത അനവധി ആളുകൾ ദൈവികമായി തീർന്നവരാണ് എന്നെപ്പോലെ. അവരെല്ലാം നമ്മൾക്ക് ഈ ഭൂമിയിലെ മനുഷ്യർക്ക് അന്ധകാരത്തിൽ മുഴുകിയിരിക്കുന്ന ദൈവത്തെ താൻ ദൈവമാണെന്ന് കാണാതെ അറിയാതെ ഏതോ ദൈവത്തെ കണ്ട് ദൈവ ദൃശ്യമായ ഈ മനുഷ്യനെന്ന് പറഞ്ഞുകൊണ്ട് ഇവനെ തന്നെ ആക്രമിക്കുകയും അവനെ വിഷമിപ്പിക്കുകയും വേദനിപ്പിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്ന ഈ അന്ധകാരത്തിൽ മുഴുകിയിരിക്കുന്ന മനുഷ്യരെ നിങ്ങളെല്ലാം ഏകമാണോ? ഏകം സത്വ വിപ്ര ബഹുധ വദന്തി. ആ ഒന്നാണ് സകലമാനും മനുഷ്യനായി വന്നിട്ടുള്ളത്. ആ പരമാത്മാവ് ഏകമാണ്. അവനാണ് ആ അക്ഷരം ലാ ഇലാഹ ഇല്ലല്ലാഹ് വന്നിട്ടുള്ള മനുഷ്യൻ. എല്ലാവരും ആ ഏക ദൈവമാണ്, അല്ലാഹുവാണ്, ഏക ഈശ്വരനാണ് എന്നാണ് ഓരോരുത്തരും ഇവിടെ വന്ന് പഠിപ്പിച്ചിട്ടുള്ളത്. അതാണ് ഞാനും അവരെല്ലാവരും ചെയ്ത ആ ദൗത്യം തന്നെയാണ് ഞാനും നിർവഹിച്ചു പോരുന്നത്. നിങ്ങളെല്ലാവരും, ഭൂമിയിലെ എല്ലാവരും ഒന്നാക്കി തീർക്കുക. നിങ്ങൾ പരസ്പരം സഹായികളും രക്ഷാകർത്താക്കളുമായി ചേർത്ത് പിടിച്ച് ഒന്നായി രക്ഷാകർത്താക്കളുമായി തീർന്ന് സുഖസന്തോഷാന്തകരമായ ഉല്ലാസ ജീവിതം നൽകുക എന്നുള്ള ഉദ്ദേശമാണ് ദൈവികമായി വന്നവരെല്ലാവരുടെയും തത്വം. എല്ലാവരും ഒന്നാണെന്ന് കണ്ട് എല്ലാവരും പരസ്പരം സഹായിക്കുകയും രക്ഷിക്കുകയും ചെയ്യുക. അത് ഇവന് അവന് വണ്ടിക്ക് പൈസയില്ല, അവന് പോകാൻ കഴിയുന്നില്ല, നമ്മളിതിപ്പോൾ കൈൻ്റെ കൊടുക്കണം, അവന് ഭക്ഷണമില്ലെങ്കിൽ ഭക്ഷണം കൊടുക്കണം, വെള്ളം കൊടുക്കണം, അവന് മരുന്ന് കൊടുക്കണം, ആവശ്യമായതെല്ലാം കൊടുത്താൽ ഇവിടെ പ്രശ്നമുണ്ടോ? ഇവിടെ കഷ്ടപ്പെട്ടവനും വിഷമിക്കുന്നവനും ബുദ്ധിമുട്ടുന്നവനും ഇല്ലാത്തവനും ഉള്ളവനും ഇല്ല. എല്ലാവരും താഴേക്ക് വെള്ളം ഒഴുകുന്ന പോലെ എല്ലാവർക്കും ഇല്ലാത്തവനക്ക് ഒഴുകി ചെന്നെത്തി എല്ലാവരും സുഖമായ ജീവിതം നയിക്കാൻ കഴിയും. അതാണ് സ്വർഗം, അതാണ് കൈലാസം, അതാണ് വൈകുണ്ഠം. ഈ വൈകുണ്ഠത്തെ, ഈ സ്വർഗത്തെ സൃഷ്ടിച്ചെടുക്കാനാണ് ഇവിടെ ദൈവികമായി വന്നവരെല്ലാവരും ശ്രമിച്ചിട്ടുള്ളത്. പിന്നെ അത് കൃഷ്ണനാണ്, വേറെ മതമാണ്. അത് രാമനാണ്, വേറെ മതമാണ്. അത് യേശുവാണ്, വേറെ മതമാണ്. അത് മുഹമ്മദാണ്, വേറെ മതമാണ്. ബുദ്ധൻ വേറെയാണ്, ഗുരുനാനക്ക് വേറെയാണ്, ശ്രീ നാരായണ ഗുരു വേറെയാണ്, രാമകൃഷ്ണ പരമഹംസം വേറെയാണെന്ന് പറഞ്ഞ് അന്ധകാരത്തിൽ മുഴുകിയിരിക്കുന്ന നമ്മൾ വേറെ വേറെ കണ്ട് പരസ്പരം തല്ലുകയാണ്. ഞാൻ ആരെയാണ് തല്ലുന്നത്? നിങ്ങൾ ആരെയാണ് തല്ലുന്നത്? നിങ്ങളെ തന്നെ. ഈ പ്രപഞ്ചത്തിന്റെ ആകമാനം ആത്മാവായ ഈശ്വരനും അല്ലാഹുവും ദൈവമായ ആണ് എല്ലാ സ്വരൂപത്തിലൂടെ നിലനിന്ന് പ്രവർത്തിച്ചു പോരുന്ന നാം ഈ ഓരോ സ്വരൂപത്തിലൂടെയും ദൃശ്യമായി വെളിവായി നിലനിൽക്കുന്ന ഈ ദൈവത്തെയാണ്, അള്ളാഹുവിനെയാണ് നിങ്ങൾ ക്രൂശിക്കുന്നത്, നിങ്ങൾ തല്ലുന്നത്, നിങ്ങൾ വേദനിപ്പിക്കുന്നത്, നിങ്ങൾ അതിർത്തിപ്പെടുത്തുന്നത് എന്ന് നിങ്ങൾ അറിയുന്നില്ല. അത് അറിയിച്ച് എല്ലാവരും ചേർത്ത് പിടിച്ച് ഒന്നായി കണ്ട് പരസ്പരം സഹായികളും രക്ഷാകർത്താക്കളുമായി ഇവിടെ സ്വർഗലോകത്തെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പ്രപഞ്ചനാഥൻ്റെ ഉദ്ദേശ ലക്ഷ്യം. അതാണ് നമ്മളെ ഉപനിഷത്തുകൾ പറയാൻ ഭാരത ദർശനത്തിൽ പറഞ്ഞു, ഏകം സത് വിപ്ര ബഹുധാവതി. ആ ഒന്നാണ്, അദൃശ്യനായ കാണാനും അറിയാനും കഴിയാത്ത ഈശ്വരനാണ്, ദൈവമാണ്. ആദ്യ ജ്യോതിയായും പ്രകാശമായും സകലമാനുമായി പ്രപഞ്ചമായും ദൈവസ്വരൂപമാണ് ഈ പ്രപഞ്ചം, ശിവനും വിലാഹുമായ പ്രപഞ്ചം. അദൃശ്യനായ ദൈവം ആ പ്രകാശത്തിലൂടെ വിത്ത് മുളച്ച് രൂപം കൊണ്ട ദൈവസ്വരൂപമാണ്. ആ ദൈവസ്വരൂപത്തിൻ്റെ ഉള്ളിലെ, തൻ്റെ സ്വരൂപത്തിൻ്റെ ഉള്ളിലെ വിത്തിട്ടാൻ മുളക്കുന്ന ഗർഭമായ ഭൂമിയിലേക്ക് ആ ജ്യോതി പ്രകാശം തന്നെ ബീജമായി അറിഞ്ഞു വന്നുകൊണ്ട് തൻ്റെ ചെറുരൂപത്തിൽ പ്രപഞ്ചത്തിൻ്റെ ശിവൻ്റെ ഇലാഹിൻ്റെ ചെറുരൂപത്തിൽ ദൃശ്യമായ ശിവനിൽ നിന്ന് പിറന്ന ശിവ അവതാരവും ഇലാഹിൽ നിന്ന് പിറന്ന ഇല്ലല്ലയും പ്രപഞ്ചത്തിൽ നിന്ന് ദൃശ്യമായ ചെറുപ്രപഞ്ചവും ആണ് നമ്മൾ.